നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തിൽ ആദ്യമായി ഒരു ബൈബിൾ കൺവെൻഷൻ നടന്നു. നസറേയനായ യേശുവും ടീമും നയിക്കുന്ന ദൈവവചന പ്രഘോഷണവും രോഗശാന്തി ശുശ്രൂഷയും. വലിയ ഒരുക്കങ്ങളാണ് കൺവെൻഷന് വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്നത്. കുറേ നാളുകളായി ആ പ്രദേശത്തുള്ളവരുടെ സംസാര വിഷയം തന്നെ ഈ കൺവെൻഷനാണ്. കൺവെൻഷൻ നയിക്കുന്നത് ചുമ്മാ ഞഞ്ഞാപഞ്ഞ ടീമൊന്നുമല്ല. ആരാണ്? ലോകപ്രശസ്ത ജ്ഞാനഗുരുവായ യേശുവും ടീമുമാണ്. പ്രൈസ് ദി ലോർഡ്. വലിയ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ പേര് ഗ്രൗണ്ട് ശരിയാക്കുന്നു. പത്രോസും കൂട്ടരൊക്കെ പുതിയ പാട്ടൊക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്നത്തെ പാട്ടുകളൊക്കെ. വേറെ കുറച്ച് പേര് കസേര അറേഞ്ച് ചെയ്യുന്ന കാര്യവും സ്റ്റേജ് ഇടുന്ന കാര്യവും അതിനെപ്പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ വ്യാപൃതരാണ്. വേറെ കുറച്ച് പേര് കൺവെൻഷന് നല്ല ചിലവുണ്ട്, അതിൻ്റെ ഫിനാൻസ് സംഘടിപ്പിക്കുന്നതിനെ പറ്റിയുള്ള ശ്രമത്തിലാണ്. അങ്ങനെ എല്ലാ ആൾക്കാരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ വലിയ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കൺവെൻഷൻ ദിവസം വന്നു ചേർന്നു. പത്രോസും കൂട്ടനും വചനവേദിയിലേക്ക് വന്നു. ഗാനശുശ്രൂഷ ആരംഭിച്ചു. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ധ്യാനഗുരുവായ യേശു വചനവേദിയിലേക്ക് വന്നു. അന്ന് യേശു ഇപ്രകാരം പ്രസംഗിച്ചു: അധ്വാനിക്കുന്നവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരിക, ഭാരം വഹിക്കുന്നവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരിക, രോഗികളെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം, ഞാൻ നിങ്ങളെ സുഖപ്പെടുത്താം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈശോ അങ്ങ് പ്രസംഗിക്കുക. ഒരു അരമണിക്കൂർ കഴിയുന്നതിന് മുമ്പ് തന്നെ ഇതാ പുറകിൽ എടുത്തുകൊണ്ട് വന്ന ഒരു തളർവാദ രോഗി എഴുന്നേറ്റ് സ്റ്റേജിലേക്ക് കയറി വന്നു. ഇത് കണ്ടപ്പോൾ ജനം എന്നെ ചെയ്തു? അവർ കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി. വീണ്ടും ഒരു അരമണിക്കൂർ കഴിഞ്ഞു. ഒരു അന്ധനായ മനുഷ്യന്റെ കർത്താവ് ഒറ്റയടിക്കെന്ന് പറഞ്ഞാൽ പ്രൈസ് ദി ലോർഡ്, ഒറ്റയടിക്കങ്ങ് തുറന്നു. അവനും ചാടിക്കേറി സ്റ്റേജിൽ വന്ന് സാക്ഷ്യം പറഞ്ഞു. വലിയ അത്ഭുതങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ രോഗശാന്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ജനം പരസ്പരം പറയാൻ തുടങ്ങി, ഇവനാ തച്ചന്റെ മകനല്ലേ, ഇവനാ ജോസഫിന്റെ മകനല്ലേ, ഇവൻ എവിടുന്ന് കിട്ടി ജ്ഞാനം? കൊള്ളാം കേട്ടോ, കൺവെൻഷനായാൽ ഇങ്ങനെ വേണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ജനം ഇങ്ങനെ ധരിച്ചിരിക്കുക. ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള രോഗശാന്തികളും മാനസാന്തരങ്ങളുമാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഉച്ചയായി. ജനത്തിന് ഒന്ന് എഴുന്നേറ്റ് വെള്ളം കുടിക്കാൻ പോലും പോകണമെന്ന് തോന്നുന്നില്ല. 4 മണിയായി. ജനം ഇരിക്കുന്നിടത്ത് തന്നെ ഇരിക്കുക. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആദ്യത്തെ ദിവസത്തെ കൺവെൻഷൻ കഴിഞ്ഞു. ബൈബിൾ പറയുന്നതനുസരിച്ച് 5000-ഓളം പുരുഷന്മാർ ആദ്യ ദിവസത്തെ കൺവെൻഷനെ സംബന്ധിച്ചു എന്നാണ് ബൈബിൾ പറയുന്നത്. എത്ര പേരാണ്? 5000-ഓളം പുരുഷന്മാർ. പ്രൈസ് ദി ലോർഡ്. സ്ത്രീകളെ എണ്ണിയിട്ടില്ല. അതുകൊണ്ട് എത്ര പുരുഷൻ വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്ത്രീകൾ പ്രധാനപ്പെട്ടതല്ലെന്നല്ല. ഹല്ലേലൂയ. സ്ത്രീകളെ എണ്ണിയിട്ടില്ല, പുരുഷന്മാരെ എണ്ണിയിട്ടുണ്ട്. 5000-ഓളം പുരുഷന്മാർ പങ്കെടുത്തു. അങ്ങനെ ആദ്യ ദിവസത്തെ കൺവെൻഷൻ കഴിഞ്ഞു. ഇവരിങ്ങനെ പാട്ടൊക്കെ പാടി സന്തോഷത്തോടെ വീട്ടിലോട്ട് പോവുകയാണ്. പോകുന്ന വഴിക്കൊക്കെ ഇവരുടെ ചർച്ചാ വിഷയം അവിടെ നടന്ന വചനപ്രഘോഷണത്തെ പറ്റിയും അവിടെ നടന്ന രോഗശാന്തിയെ പറ്റിയും ഒക്കെ ആയിരുന്നു. അന്നത്തെ ദിവസത്തെ കൺവെൻഷൻ കഴിഞ്ഞു. ജനമെല്ലാം പിരിഞ്ഞു. അന്ന് രാത്രി യേശു കടലിൻ്റെ മറുകരയിലേക്ക് മാറിയിരുന്നു കൊണ്ട് രാത്രി മുഴുവനും പ്രാർത്ഥിക്കുന്നത് വേദപുസ്തകത്തിൽ നമ്മൾ കാണുകയാണ്. രാത്രി മുഴുവനും പ്രാർത്ഥിക്കുന്ന ഒരു യേശു. ഹല്ലേലൂയ. ബൈബിൾ പറയുന്നതനുസരിച്ച് ആദ്യ ദിവസം 5000 പുരുഷന്മാർ പങ്കെടുത്തു. അന്ന് അത്ഭുതങ്ങളുടെ പെരുമഴയുമായിരുന്നു. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ ദിവസത്തെ കൺവെൻഷന് എത്ര പേര് പങ്കെടുക്കണം? ഉദ്ദേശം 10000. മതിയോ? 5000 പുരുഷന്മാരെന്നാണ് പറഞ്ഞത്. അപ്പോൾ പുരുഷന്മാരെന്ന് പറയുമ്പോൾ അത് നല്ലൊരു ശതമാനം വിവാഹം കഴിഞ്ഞവരാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ 5000 പുരുഷന്മാർക്ക് ഓരോ ഭാര്യമാരെടുത്താൽ തന്നെ 10000 ആയി. പിന്നെ പിള്ളേർ എത്രയാ? ഇന്നത്തെ പോലെ 1ഉം 2ഉം അല്ല. എത്രയാ? അന്ന് 15ഉം 20ഉം ഒക്കെയാ. അത് 2 പഠിക്കാനായിട്ട് പോയിട്ടുണ്ട്, 2 ബിസിനസ്സാന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്, ഒരെണ്ണം അതിലെ കൂടെ ഇങ്ങനെ കറങ്ങി നടപ്പുണ്ട്. ബീച്ചിൽ കൂടെയൊക്കെ ഇങ്ങനെ കറങ്ങി ഇങ്ങനെ അത് നടപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. വേറെ ഒരെണ്ണത്തിന് പള്ളിയില്ല, പ്രാർത്ഥനയില്ല, ധ്യാനവും ഇല്ല. അതൊന്നും അത്ര വലിയ പ്രധാനപ്പെട്ട കാര്യമൊന്നുമില്ലെന്നും പറഞ്ഞുകൊണ്ട് പള്ളിയിലൊന്നും കയറാതെ ബാക്കി ലോകത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ലോനപ്പ ആയിട്ട് നടപ്പുണ്ട്. ലോനപ്പ അറിയത്തില്ലേ? ലോകം നന്നാക്കൽ പരിപാടി. ലോനപ്പ ആയിട്ട് അതിങ്ങനെ നടക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇതിനെല്ലാം അങ്ങോട്ട് വിടാം. ലോനപ്പ ആയിട്ട് നടക്കുന്നതും പഠിക്കാൻ പോയതും ഇതിനെല്ലാം അങ്ങോട്ട് വിടാം. അവസാനം പറഞ്ഞാൽ കേൾക്കുന്ന നമ്മുടെ പിള്ളേരെ പോലെ അനുസരണമുള്ള ധ്യാനമൊക്കെ കൂടുന്ന ദൈവഭക്തിയുള്ള 2 മക്കളെ എടുക്കാം. അപ്പോൾ എത്രയായി? 20000. ഇത് രണ്ടാമത്തെ ദിവസത്തെ കൺവെൻഷൻ ആരംഭിക്കുകയാണ്. ബൈബിൾ പറയുന്നതനുസരിച്ച് ഏകദേശം 20000-ഓളം പേര് കൺവെൻഷനെ സംബന്ധിക്കാൻ സാധ്യതയുണ്ട്. ജനം അതിരാവിലെ
കൺവെൻഷൻ ഗ്രൗണ്ടിലേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. വരുന്ന വഴിക്കൊക്കെ അവരുടെ ചർച്ചാ വിഷയം ഇന്നലത്തെ ക്ലാസ്സിനെ പറ്റിയിട്ടായിരുന്നു. കേൾക്കേണ്ട ക്ലാസ് ആയിരുന്നു ഇന്നലത്തെ ക്ലാസ്. അന്നേരത്തേക്ക് അടുത്തയാള് 10 വർഷമായിട്ട് തളർന്നു കിടന്ന ആളല്ലേ ഇന്നലെ സ്റ്റേജിൽ കയറി സാക്ഷ്യം പറഞ്ഞത്. എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാ. ഓരോരുത്തരും അവിടെ നടന്ന കാര്യങ്ങളെ പറ്റി വർണ്ണിച്ച് 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 കൺവെൻഷൻ ഗ്രൗണ്ടിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പിറ്റേ ദിവസം പുതുതായിട്ട് വരുന്ന ജനത്തിനൊക്കെ വലിയൊരു ആവേശം. അങ്ങനെ ഗ്രൗണ്ട് 9 മണിക്ക് മുമ്പ് തന്നെ ഗ്രൗണ്ട് നിറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ധ്യാനഗുരുവായ യേശുനാഥൻ വചനവേദിയിലേക്ക് വന്നു. യേശുനാഥൻ വചനപ്രഘോഷണം ആരംഭിച്ചു. ഇന്ന് യേശു പ്രസംഗത്തിന്റെ ശൈലി ഒന്ന് മാറ്റി. ഇന്നലെ പ്രസംഗിച്ചത് ഓർക്കുന്നുണ്ട്? എന്താ പ്രസംഗിച്ചത്? അധ്വാനിക്കുന്നവർ എൻ്റെ അടുക്കൽ വാ, ഭാരം വഹിക്കുന്നവർ വാ, രോഗികൾ വാ, ദുഃഖിതർ വാ എന്നാണ് ഇന്നലെ പ്രസംഗിച്ചത്. ഇന്ന് യേശു പ്രസംഗത്തിന്റെ ശൈലി ഒന്ന് മാറ്റി. ഇന്ന് പ്രസംഗിച്ചതാണ്, എൻ്റെ ശരീരം ഞാൻ നിങ്ങൾക്ക് ഭക്ഷിക്കുവാൻ തരും, എൻ്റെ രക്തം ഞാൻ നിങ്ങൾക്ക് പാനം ചെയ്യാൻ തരും, എൻ്റെ ശരീരം ഭക്ഷിച്ചാൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട്, എൻ്റെ രക്തം പാനം ചെയ്താൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യേശു അങ്ങ് പ്രസംഗിക്കുമ്പോൾ ജനം കടന്ന് അങ്ങ് അസ്വസ്ഥപ്പെടാൻ തുടങ്ങി. ഇവനെന്നാ പറയുന്നത്? ശരീരം തരുമെന്ന്. ഇവനെന്നാ പറയുന്നത്? രക്തം തരുമെന്ന്. ആരാ പറയണത്? തച്ചൻ്റെ മകൻ. ജനത്തിനങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കുറച്ചു നേരം കഴിഞ്ഞു, ജനം ശ്രദ്ധിക്കുന്നില്ലെന്ന് കണ്ടപ്പം ഈശോ പറഞ്ഞു, നമുക്ക് എഴുന്നേറ്റുന്ന ഒരു പാട്ട് പാടാന്ന് പറഞ്ഞു. എഴുന്നേൽപ്പിച്ച് നിർത്തിയതേ കണ്ടുള്ളൂ. ഒരു വലിയ ജനക്കൂട്ടം ഗ്രൗണ്ട് വിട്ടുപോകുന്നത് യേശു കണ്ടു. പ്രൈസലോ, പ്രൈസലോ, ഹാലലുയ്യ, ഉറക്കെ ഹാലലുയ്യ, ഹാലലുയ്യ. അപ്പോഴും യേശു പ്രസംഗിച്ചു, എൻ്റെ ശരീരം ഞാൻ നിങ്ങൾക്ക് ഭക്ഷിക്കുവാൻ തരും, എൻ്റെ രക്തം ഞാൻ നിങ്ങൾക്ക് പാനം ചെയ്യാൻ തരും, എൻ്റെ ശരീരം ഭക്ഷിച്ചാൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട്, എൻ്റെ രക്തം പാനം ചെയ്താൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് യേശു ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പം കുഞ്ഞുണ്ണിച്ചേട്ടൻ അടുത്തിരുന്ന ഭാര്യ കണ്ണുരുട്ടാൻ തുടങ്ങി. ഇതാണോട് നീ വീട്ടിൽ വന്നിട്ട് ഇന്നലെ പറഞ്ഞത് ഭയങ്കരം ക്ലാസ്സാ, ഭയങ്കരം ക്ലാസ്സാ, ഭയങ്കരം ക്ലാസ്സാന്ന്. അദ്ദേഹം എഴുന്നേറ്റ് പോകുന്നത് കണ്ടു. പ്രൈസലോ. അപ്പോഴും യേശു തൻ്റെ പ്രബോധനം തുടർന്നു. യേശു പറഞ്ഞു, എൻ്റെ ശരീരം ഞാൻ നിങ്ങൾക്ക് തരും, എൻ്റെ രക്തം ഞാൻ നിങ്ങൾക്ക് തരും, അത് നിങ്ങൾ ഭക്ഷിക്കണം, അത് നിങ്ങൾ പാനം ചെയ്യണം. വേദപുസ്തകത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 60 മുതലുള്ള തിരുവചനങ്ങൾ. ബൈബിളിലെ കാര്യം തന്നെയാണ്, അല്പം നർമാത്മകമായിട്ട് അങ്ങ് അവതരിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 60 മുതലുള്ള തിരുവചനങ്ങൾ ബൈബിളിൽ നമുക്ക് കേൾക്കാം. ഇത് കേട്ട് അവൻ്റെ ശിഷ്യന്മാർ വളരെ പേർ പറഞ്ഞു, ഈ വചനം കഠിനമാണ്, ഇത് ശ്രവിക്കുവാൻ ആർക്ക് കഴിയും? തൻ്റെ ശിഷ്യന്മാർ പിറുപിറുക്കുന്നുവെന്ന് മനസ്സിലാക്കി യേശു അവരോട് ചോദിച്ചു, ഈ വചനം നിങ്ങൾക്ക് ഇടർച്ച വരുത്തുന്നുവോ? അങ്ങനെയെങ്കിൽ മനുഷ്യപുത്രൻ ആദ്യമായിരിക്കുന്നിടത്തേക്ക് ആരോഹണം ചെയ്യുന്നത് നിങ്ങൾ കണ്ടാലോ? ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. എന്നാൽ വിശ്വസിക്കാത്തവരായി നിങ്ങളിൽ ചിലരുണ്ട്. അവർ ആരെന്നും തന്നെ ഒറ്റിക്കൊടുക്കാനിരുന്നവൻ ആരെന്നും അവൻ പണ്ടേ അറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് പിതാവിൽ നിന്ന് വരം ലഭിച്ചാലല്ലാതെ എൻ്റെ അടുക്കിലേക്ക് ആർക്കും കടന്നു വരിക സാധ്യമല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഹല്ലേലൂയ. 60-ാമത്തെ തിരുവചനത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകാം. ഇത് കേട്ട് അവൻ്റെ ശിഷ്യന്മാരിൽ വളരെ പേർ പറഞ്ഞു, ഈ വചനം കഠിനമാണ്. ഏത് വചനം? ശരീരത്തെ പറ്റി പറഞ്ഞത്, രക്തത്തെ പറ്റി പറഞ്ഞത്. ഈ വചനം കഠിനമാണ്, ഇത് ശ്രവിക്കുവാൻ ആർക്ക് കഴിയും? തൻ്റെ ശിഷ്യന്മാർ പിറുപിറുക്കുന്നുവെന്ന് മനസ്സിലാക്കിയ യേശു അവരോട് ചോദിച്ചു, മക്കളെ, ഈ വചനം നിങ്ങൾക്ക് ഇടർച്ച വരുത്തുന്നുവോ? അങ്ങനെയെങ്കിൽ മനുഷ്യപുത്രൻ ആദ്യമായിരിക്കുന്നിടത്തേക്ക് ആരോഹണം ചെയ്യുന്നത് നിങ്ങൾ കണ്ടാലോ? ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. എന്നാൽ വിശ്വസിക്കാത്തവരായി നിങ്ങളിൽ ചിലരുണ്ട്. അന്നും ഉണ്ടായിരുന്നു കേട്ടോ. ശരീരത്തെയും രക്തത്തെയും പറ്റി പറഞ്ഞപ്പോൾ വിശ്വസിക്കാൻ പറ്റാത്തവരായി ചിലർ ഇന്നുമുണ്ട്. കാര്യം കത്തോലിക്ക സഭയിലൊക്കെയാ, ഞായറാഴ്ച പള്ളിയിലൊക്കെ പോകുന്നുമുണ്ട്. ഈ ഗോതമ്പപ്പോ എങ്ങനെ ഈശോയുടെ ശരീരമാകണത്? ഈ മുന്തിരിച്ചാറ് എങ്ങനെ ഈശോയുടെ രക്തമാകണത്? വിശ്വസിക്കാൻ പറ്റാത്തവരായി അനേകർ ഇന്നുമുണ്ട്, അന്നുമുണ്ടായിരുന്നു. ഹല്ലേലൂയ, ഉറക്കെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ബൈബിൾ തുടരുകയാണ്, അവർ ആരെന്നും തന്നെ ഒറ്റിക്കൊടുക്കാൻ ഇരുന്നവൻ ആരെന്നും അവൻ പണ്ടേ അറിഞ്ഞിരുന്നു. ഇത് വിശ്വസിക്കാൻ പറ്റാത്തവർ അവനെ ഒറ്റിക്കൊടുക്കുന്നവരാ, സഭയെ ഒറ്റിക്കൊടുക്കുന്നവരാ. അവൻ ആരെന്നും തന്നെ ഒറ്റിക്കൊടുക്കാൻ ഇരിക്കുന്നവൻ ആരെന്നും അവൻ പണ്ടേ അറിഞ്ഞിരുന്നു. എന്നിട്ട് ബൈബിൾ തുടരുകയാണ്, അതുകൊണ്ടാണ് പിതാവിൽ നിന്ന് വരം ലഭിച്ചാലല്ലാതെ എൻ്റെ അടുക്കലേക്ക് ആർക്കും കടന്നു വരിക സാധ്യമല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഇത് വിശ്വസിക്കണമെങ്കിൽ എന്ത് കിട്ടണം? പിതാവിൽ നിന്നും വരം കിട്ടണം. ഹല്ലേലൂയ.
സ്വരം പോരാ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, വിശുദ്ധ കുർബാനയിലെ യേശുവിന്റെ സാന്നിധ്യത്തെ അറിയണമെങ്കിൽ അതൊരു വരമായി തന്നെ കിട്ടണം. യോഹന്നാന്റെ സുവിശേഷം 6-ാം 65-ാമത്തെ തിരുവചനം. അവൻ പറഞ്ഞു, പിതാവിൽ നിന്നും വരം ലഭിച്ചാലല്ലാതെ എൻ്റെ അടുക്കലേക്ക് ആർക്കും കടന്നു വരിക സാധ്യമല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇതിനുശേഷം യേശു 12 പേരോടുമായി ചോദിച്ചു, നിങ്ങളും പോകുവാൻ ആഗ്രഹിക്കുന്നുവോ? എത്ര പേരോടായിട്ട് ചോദിച്ചു? 12 പേര്. ഇപ്പൊ കൺവെൻഷൻ ഗ്രൗണ്ടിൽ എത്ര പേരുണ്ട്? എത്ര പേരുണ്ട്? 12 പേര്. ആരാ? ശിഷ്യന്മാര്. എത്ര പേര് വന്നതാ? ഉദ്ദേശം 20,000-ഓളം പേര് വന്നതാ. നമ്മുടെ ധ്യാനഗുരു പ്രസംഗിച്ച് എല്ലാവരെയും വീട്ടിൽ പറഞ്ഞു വിട്ടു. ഈ 12 ശിഷ്യന്മാർ ഒരു മൂലയ്ക്ക് മാറി ഇങ്ങനെ വണ്ടടിച്ച് നിൽക്കുക. ഇവൻ എന്നാ പറ്റിയ? കരിസ്മാറ്റിക് മൊത്തം വല്ല വട്ടം പിടിച്ചോ? ഇന്നലെ നന്നായിട്ട് ക്ലാസ് എടുത്തതാ. ഇന്നലെയാണ് എന്തോ രോഗശാന്തിയായിരുന്നു. ഇന്നാണ് ഒരു തലവേദന പോലും മാറുന്നില്ല. 4 പ്രസംഗം അങ്ങ് പ്രസംഗിച്ചിട്ട് 10 രോഗശാന്തി അങ്ങ് കൊടുത്തായിരുന്നെങ്കിൽ നാളെ നമ്മുടെ മെയിൻ ധ്യാനഗുരു ഇല്ലെങ്കിലും ഒരു കൊച്ചു തട്ടുകട തുടങ്ങാമായിരുന്നു. ഇവരിതെല്ലാം കൂടെ സ്വപ്നം കണ്ടുകൊണ്ടാണ് കാത്തിരുന്നത്. പ്രൈസലോ, പ്രൈസലോ, പറക്കെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ സ്വപ്നങ്ങളും തകർന്ന് 12 പേര് ഒരു മൂലയ്ക്ക് മാറി ഇങ്ങനെ ഇരിക്കുക. ഇവൻ എന്നാ പറ്റിയ? ഒരു പിടുത്തവും കിട്ടുന്നില്ല, ഒരു പിടുത്തവും കിട്ടുന്നില്ല. എന്നാന്ന് വെച്ചാൽ കാണിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പത്രോസ് ഒരു ടവലുണ്ടായിരുന്നു കേസിൽ. ആ ടവൽ എടുത്തിട്ട് തൊട്ടടുത്തൊരു സൈഡിൽ ഒരു പാറക്കഷ്ണം ഉണ്ടായിരുന്നു. ആ പാറക്കഷ്ണം അതിലോട്ട് വിരിച്ച് ഇവൻ്റെ കൂടെ കൂടാൻ പോയത് നാശമായെന്നും പറഞ്ഞ് ആ കല്ലയിലോട്ടൊരൊറ്റ ഇരിപ്പ്. പത്രോസ് ഇരുന്നാൽ പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം പറയാനുണ്ടോ? അവരും പറഞ്ഞു, പത്രോസെ ഞങ്ങളും ഉണ്ട് നിന്നോടൊപ്പം എന്ന് പറഞ്ഞ് പത്രോസും കൂടെ ബാക്കി ശിഷ്യന്മാരും ഇരുന്നു. ഈ സമയത്താണ് ഒടേ തമ്പുരാൻ തിരിഞ്ഞ് ഒരൊറ്റ ചോദ്യം അവരോട് ചോദിക്കുന്നത്. എന്താണെന്നറിയോ ചോദ്യം? നിങ്ങളും പോകുവാൻ ആഗ്രഹിക്കുന്നുവോ? നിങ്ങൾ 12 പേരും കൂടെ പോയാലും ശരി, ഞാൻ പറഞ്ഞ ഈ വചനത്തിന് മാറ്റമില്ല. ഹല്ലേലൂയ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ 12 പേരും കൂടി പോയാലും ശരി, ഞാൻ പറഞ്ഞ ഈ വചനത്തിന് മാറ്റമില്ല. പത്രോസ് ഇരിക്കുന്നിടത്ത് അറിയാതെ എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ എവിടെ പോകും? നിത്യജീവന്റെ വചസ്സുകൾ നിന്റെ പക്കൽ തന്നെയുണ്ടല്ലോ. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരം ഉയരട്ടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിരം തുറന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ വിശുദ്ധ കുർബാനയിലെ യേശുവിന്റെ സാന്നിധ്യത്തെ ഇന്ന് എനിക്ക് നിങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നുണ്ടോ? വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടോ? ഇങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട്. അബ്രഹാത്തിന്റെ ദൈവമേ, ഇസ്ഹാക്കിന്റെ ദൈവമേ, യാക്കോബിന്റെ ദൈവമേ. ആരുടെ ദൈവ? അബ്രഹാത്തിന്റെ ദൈവം. പിന്നെയോ ഇസ്ഹാക്കിന്റെ ദൈവം. പിന്നെയോ യാക്കോബിന്റെ ദൈവം. ഞാനുമായിട്ടോ ആലുവ മണൽപ്പുറത്ത് വെച്ച് കണ്ട ബന്ധം പോലുമില്ല. അതുകൊണ്ട് നമ്മുടെയൊക്കെ ദേവാലയങ്ങളിൽ കുർബാന അർപ്പിക്കപ്പെടുമ്പോൾ, ആരാധന നടക്കുമ്പോൾ ഞാനും നിങ്ങളൊക്കെ എന്ത് കൂളമെന്നറിയാവോ? അബ്രഹാത്തിന്റെ ദൈവമേ, ഇസ്ഹാക്കിന്റെ ദൈവമേ, യാക്കോബിന്റെ ദൈവമേ. ഒരു 10 പ്രാവശ്യം വായിച്ചു നോക്കും. കയ്യേല ഞൊട്ട മുഴുവൻ ഓടിക്കുന്ന സമയം അപ്പോഴാണ്. സകല ക്ഷീണവും വായിക്കോട്ടയും വരുന്ന ആ സമയത്താണ്. പ്രിയമുള്ളവരെ, ഈ അബ്രഹത്തിന്റെ ദൈവം എന്റെ ദൈവമായിട്ട് മാറണം. ഇസ്ഹാക്കിന്റെ ദൈവം എന്റെ ദൈവമായിട്ട് മാറണം. യാക്കോബിന്റെ ദൈവം എന്റെ ദൈവമായിട്ട് മാറണം. പ്രിയമുള്ളവരെ, ഇന്നിവിടെ ഇരിക്കുമ്പോൾ അവരുടെ ഇവരുടെ എല്ലാം ദൈവത്തെ പറ്റി നമുക്ക് നന്നായിട്ട് അറിയാം, ഇല്ലയോ? ഇല്ലേ? പനക്കലച്ചൻ്റെ ദൈവത്തെ പറ്റി അറിയാം, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവത്തെ പറ്റി അറിയാം, നമ്മുടെ വികാരിച്ചൻ്റെ ദൈവത്തെ പറ്റി അറിയാം, നായിക്കമ്പറമ്പിലച്ചൻ്റെ ദൈവത്തെ പറ്റി അറിയാം, വട്ടായിലച്ചൻ്റെ ദൈവത്തെ പറ്റിയൊക്കെ നമുക്കറിയാം. പ്രൈസലോ, ഉറക്കെ പറ പ്രൈസലോ. എൻ്റെ ദൈവത്തെ പറ്റി എനിക്ക് എന്തറിയാം? പ്രിയമുള്ളവരെ, ഈ ദൈവം എൻ്റെ ദൈവമായിട്ട് മാറണം. ഞങ്ങളുടെ കൊച്ചു കുടുംബം ഇങ്ങനെ ഒരു പ്രാർത്ഥനാനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം ഇടയാക്കിയ സംഭവം നിങ്ങളുടെ മുമ്പിൽ പങ്കുവച്ചുകൊണ്ട് ഞാൻ മാറിക്കൊള്ളാം. വർഷങ്ങൾക്ക് മുമ്പ് വല്യപ്പനായിട്ട്, ഗ്രാൻഡ് ഫാദറായിട്ട് മലബാറിലേക്ക്, കാസർഗോഡേക്ക് കുടിയേറിയ കുടുംബമാണ് എൻ്റെ കുടുംബം. ഏകദേശം 60 വർഷത്തോളമായി. അപ്പോൾ നിങ്ങൾക്കറിയാം എൻ്റെ പശ്ചാത്തലങ്ങളൊക്കെ. പ്രൈസലോ. അപ്പനും അമ്മയും 2 പെങ്ങന്മാരും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. ഇന്ന് ഞാൻ വിവാഹിതനാണ്, ഭാര്യയും 2 കുട്ടികളുമുണ്ട് എനിക്ക്. വിവാഹത്തിന് മുമ്പുള്ള കാലഘട്ടത്തെ, എൻ്റെ കുഞ്ഞു കാലഘട്ടത്തെ പറ്റിയാണ് പറയണത്. പ്രൈസലോ. അങ്ങനെ വളരെ സന്തോഷമായിട്ടൊക്കെ ജീവിച്ച് മുന്നോട്ടേക്ക് പോകുന്ന കാലഘട്ടം.
അത്യാവശ്യം റേഷൻ വാങ്ങിക്കാനുള്ള സാമ്പത്തികമൊക്കെ ദൈവം തന്നു. അതുകൊണ്ട് ദാരിദ്ര്യമൊന്നും അറിയാതെയാണ് ഞാൻ ഇളയത്, അതുകൊണ്ട് ഒട്ടും അറിഞ്ഞിട്ടില്ല ദാരിദ്ര്യമൊന്നും അറിയാതെയാണ് വളർന്നു വന്നത്. വളരെ സന്തോഷമായിട്ട് പോകുന്ന കാലഘട്ടം. അപ്പച്ചൻ പള്ളിയിൽ കൈക്കാരൻ, അമ്മച്ചിയിൽ പള്ളിയിൽ മാതൃസഖ്യം, ചേച്ചിമാരൊക്കെ മിഷനിലേക്ക് പ്രവർത്തിക്കുന്നു. വളരെ മനോഹരമായിട്ട് മുന്നോട്ടേക്ക് പോകുന്ന കാലഘട്ടത്തിലാണ് പെട്ടെന്ന് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഒരു തകർച്ച കടന്നു വരുന്നത്. പ്രത്യേകിച്ച് രോഗം. ഒരാൾക്ക് മാറുമ്പോൾ അടുത്തയാൾക്ക്, അയാൾക്ക് മാറുമ്പോൾ പിന്നത്തെ ആൾക്ക് ഒരു ശാപം കണക്കെ രോഗം ഇടിത്തീ പോലെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വീഴാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഒരു ജൂലൈ മാസം 1-ാം തീയതി നേരം വെളുത്ത് നോക്കുമ്പോൾ എൻ്റെ മൂത്ത സഹോദരി, പേര് മേരിക്കുട്ടിയെന്ന്, എൻ്റെ മൂത്ത ചേച്ചിയുടെ കണ്ണ് കോങ്ങണ്ണായിട്ടിരിക്കുന്നു. കണ്ണിൻ്റെ കൃഷ്ണമണി ഇടത്തോട്ട് മാറിയിരിക്കുന്നു. നോക്കുന്ന മുഴുവൻ രണ്ടായിട്ട് കാണാം. എന്ത് രസമല്ലേ, എല്ലാം ഇരട്ടിച്ച് കാണാം. ഞങ്ങൾക്ക് ഒരുവിധം ചികിത്സ കിട്ടുന്നത് കാസർഗോഡ് എന്ന് പറഞ്ഞാലും കാസർഗോഡ് ജില്ലയാണെന്നേ ഉള്ളൂ. മാലോം എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് ഞാൻ താമസിക്കുക. അപ്പോൾ ഞങ്ങൾക്കൊരു നല്ല ടൗൺ കിട്ടുന്നത് കാഞ്ഞങ്ങാട് എന്ന് പറയുന്നൊരു സ്ഥലമാണ്. കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൗണാണ് കാഞ്ഞങ്ങാട്. 50 കിലോമീറ്റർ ഉണ്ട് അവിടുന്ന് വീട്ടിൽ നിന്നും ഈ ടൗൺ വരെ. അപ്പോൾ കാഞ്ഞങ്ങാടുള്ള ഡോക്ടറെ പോയി കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ കണ്ണൂരേക്ക് പൊക്കോളാൻ പറഞ്ഞു. അന്നത്തെ കണ്ണൂര് മലബാറിലെ അറിയപ്പെടുന്ന കണ്ണുരോഗ വിദഗ്ധനാണ് ഡോക്ടർ ഉമ്മൻ. ഇന്ന് ഡോക്ടറില്ല, ഡോക്ടർ മരിച്ചു. അന്നത്തെ അറിയപ്പെടുന്ന ഡോക്ടറായിരുന്നു, കണ്ണുരോഗ വിദഗ്ധനായിരുന്നു ഡോക്ടർ ഉമ്മൻ. ഡോക്ടർ ഉമ്മൻ്റെ അടുക്കലേക്ക് കുറിച്ച് വന്നു. ഞങ്ങൾ അവിടെ ചെന്നു, ഡോക്ടറെ കണ്ടു, ഡോക്ടറെ പരിശോധിച്ചു. 6 മാസക്കാലം ചികിത്സ നടത്തി. സന്തോഷമായി. കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടി. ദൈവത്തിന് നന്ദി പറഞ്ഞ്, ഡോക്ടർ ഉമ്മനോട് നന്ദി പറഞ്ഞ് ഞങ്ങൾ ആസ്പത്രി വിട്ടിറങ്ങി. ആ വർഷം കടന്നുപോയി. പിന്നത്തെ വർഷം ജൂലൈ മാസം 1-ാം തീയതി അതേ മണിക്കൂറിൽ, അതേ മിനിറ്റിൽ, അതേ സെക്കൻഡിൽ ദാണ്ട് വരുന്നു വീണ്ടും കണ്ണിൻ്റെ സുഖം. അന്നൊരു കണ്ണിനില്ല, 2 കണ്ണിന്. ഇപ്പം നോക്കുന്ന മുഴുവനും 4ആയിട്ട് കാണാം. ഞങ്ങൾ വീണ്ടും ഡോക്ടർ ഉമ്മനെ സമീപിച്ചു. ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒരിക്കൽ രോഗം വന്നതല്ലേ, വീണ്ടും വന്നതുകൊണ്ട് ഓപ്പറേഷൻ കൂടിയേ തീരൂ. ശരി ഡോക്ടർ. എൻ്റെ അപ്പച്ചൻ ഓപ്പറേഷൻ ഒപ്പിട്ട് കൊടുത്തു. ഡോക്ടർ പറഞ്ഞു, 2 കണ്ണും ഒരുമിച്ച് ചെയ്യാൻ പറ്റത്തില്ല, ബ്ലഡ് കലങ്ങി കണ്ണ് കാഴ്ച നഷ്ടമാകും, അതുകൊണ്ട് ഓരോ കണ്ണേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ശരി ഡോക്ടർ. എൻ്റെ ചേച്ചിയുടെ ആദ്യത്തെ കണ്ണ് ഓപ്പറേഷൻ ചെയ്യാൻ എൻ്റെ അപ്പച്ചൻ ഒപ്പിട്ട് കൊടുത്തു. ആദ്യത്തെ കണ്ണ് ഓപ്പറേഷൻ ചെയ്തു. പൂർണ്ണമായിട്ട് സൗഖ്യപ്പെടാൻ 3 മാസം എടുത്തു. 2ാമത്തെ കണ്ണ് ഓപ്പറേഷൻ ചെയ്തു. പൂർണ്ണമായിട്ട് സൗഖ്യപ്പെടാൻ അതിന് 3 മാസം. അങ്ങനെ 6 മാസത്തെ ചികിത്സ കഴിഞ്ഞു. 2 കണ്ണുകൾക്കും പൂർണ്ണ സൗഖ്യം കിട്ടി, കാഴ്ച കിട്ടി. ദൈവത്തോട് നന്ദി പറഞ്ഞ്, ഡോക്ടർ ഉമ്മനോട് നന്ദി പറഞ്ഞ് ഞങ്ങൾ കണ്ണൂർ കണ്ണാശുപത്രി വിട്ടിറങ്ങി. ആ വർഷവും കടന്നുപോയി. 3-ാം വർഷം ജൂലൈ മാസം 1-ാം തീയതി അതേ മണിക്കൂറിൽ, അതേ മിനിറ്റിൽ, അതേ സെക്കൻഡിൽ ദാണ്ട് വരുന്നു വീണ്ടും വലത് കണ്ണിന് അസുഖം. വീണ്ടും ഡോക്ടറെ പോയി സമീപിച്ചു. ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഓപ്പറേഷൻ ചെയ്ത കണ്ണിന് വീണ്ടും രോഗം വന്നാൽ ഇനി മെഡിക്കൽ സയൻസിൽ ഒന്നും ചെയ്യാനില്ല. ഞങ്ങൾ ചോദിച്ചു, ഡോക്ടർ മറ്റെവിടെയെങ്കിലും, അങ്കമാലിയോ കോയമ്പത്തൂരോ? ഡോക്ടർ പറഞ്ഞു, പോകാമെന്നേ ഉള്ളൂ, പണം ചെലവഴിക്കാമെന്നേ ഉള്ളൂ. ഡോക്ടർ വ്യക്തമായിട്ട് പറയാൻ കാരണമുണ്ട്. 2ാം പ്രാവശ്യം രോഗം വന്നപ്പോൾ ഓപ്പറേഷൻ ചെയ്തപ്പോൾ കേരളത്തിലെ വിദഗ്ധരായിട്ടുള്ള ഈ ഡോക്ടറുടെ പ്രൊഫസർമാരുടെ സേവനം ഡോക്ടർക്ക് ലഭിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഡോക്ടർ വിധി എഴുതി, മെഡിക്കൽ സയൻസിന് ഇനി ഒന്നും ചെയ്യാനില്ല, പോകാമെന്നേ ഉള്ളൂ, പണം ചെലവഴിക്കാമെന്നേ ഉള്ളൂ. ഡോക്ടർ കൂട്ടിച്ചേർത്തു, നിങ്ങൾ വിശ്വാസികളല്ലേ, നിങ്ങൾ ക്രിസ്ത്യാനികളല്ലേ, ഇനി നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ഇനി ദൈവത്തിന് എന്തെങ്കിലും കഴിഞ്ഞെങ്കിലായി. പ്രിയമുള്ളവരെ, അവിടെ നിന്ന് ആരംഭിച്ച് ഞങ്ങളുടെ ആത്മീയ യാത്ര. അന്ന് നൊവേനകളുടെ ഒരു കാലഘട്ടമായിരുന്നു. ഇവിടെ ഇരിക്കുന്ന അല്പം മുതിർന്നവർ ഓർക്കുന്നു, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ ഒരു നൊവേന തരംഗമുണ്ടായത്. അന്ന് ആരോ പറഞ്ഞു, നൊവേന ചെല്ലിച്ചാൽ മതി, മാറ്റമുണ്ടാകും. എൻ്റെ ചേച്ചിയെയും കുട്ടിക്കൊണ്ട് എൻ്റെ മാതാപിതാക്കന്മാർ കേരളക്കരയിലെ അനേകം നൊവേന കേന്ദ്രങ്ങൾ കയറിയിറങ്ങിയല്ലാതെ കണ്ണിന് സുഖത്തിന് യാതൊരു മാറ്റവും ഉണ്ടായില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ആരോ പറഞ്ഞു, തീർത്ഥാടന കേന്ദ്രം സന്ദർശിച്ചാൽ മതി, ശാപത്തിന്റെ കാരണമാണ്, അതുകൊണ്ട് തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിച്ച് പാപപരിഹാരത്തിനായിട്ട് പ്രാർത്ഥിക്കണം. എൻ്റെ ചേച്ചിയെയും കുട്ടിക്കൊണ്ട് എൻ്റെ മാതാപിതാക്കന്മാർ കേരളത്തിലെയും കർണാടകയിലെയും തമിഴ്നാട്ടിലെയും അനേകം തീർത്ഥാടന കേന്ദ്രങ്ങൾ കയറിയിറങ്ങിയതല്ലാതെ കണ്ണിന് സുഖത്തിന് യാതൊരു മാറ്റവുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ആരോ പറഞ്ഞു, ധ്യാനം കൂടിയാൽ മതി, മാറ്റമുണ്ടാകും. അന്ന് കരിസ്മാറ്റിക് ധ്യാനങ്ങളുടെ ആരംഭ കാലഘട്ടം, ഇതുപോലെ വലിയ കൺവെൻഷൻ ഒന്നും തുടങ്ങാത്ത കാലഘട്ടം. കുഞ്ഞ് ഇടവകളിലൊക്കെ 30 പേർക്ക് 40 പേര്, ഏറ്റവും കൂടുതൽ 50 പേർക്കൊക്കെ ധ്യാനം നടക്കുന്ന കാലഘട്ടം.
എൻ്റെ ചേച്ചിയും കൂട്ടിക്കൊണ്ട് എൻ്റെ മാതാപിതാക്കന്മാർ ധ്യാനം കൂടാൻ പോയി. ധ്യാനം നന്നായിരുന്നു, കണ്ണിന് സുഖത്തിന് യാതൊരു മാറ്റവുമില്ല. അവസാനം തകർന്ന മനസ്സുമായി ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു. ഈ 3 വർഷത്തെ ചികിത്സയും അതിനുശേഷമുള്ള പ്രാർത്ഥനകളും കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ഒരു കാര്യം എൻ്റെ മാതാപിതാക്കൾക്ക് ബോധ്യപ്പെട്ടു. എന്താണെന്നറിയാവോ? ദൈവം ഇല്ല. ഇനി അഥവാ ഒരു ദൈവം ഉണ്ടെങ്കിൽ കത്തോലിക്ക സഭ പഠിപ്പിക്കുന്ന ഈ ദൈവം സ്നേഹിക്കുന്ന ദൈവമല്ല. രോഗം വരും, മനസ്സിലാക്കാം. വന്ന രോഗം വീണ്ടും വരും, അതും മനസ്സിലാക്കാം. കണ്ണിന് സുഖം വന്ന് 2 മാസം കഴിഞ്ഞ് വീണ്ടും വന്ന് അതും മനസ്സിലാക്കാം. പക്ഷെ 3 വർഷം അടുപ്പിച്ച് രോഗം തരുന്ന, 1-ാം തീയതി രോഗം തരുന്ന ദൈവം, അതെന്തൊരു ദൈവമാ? ആ ദൈവത്തെ ഉൾക്കൊള്ളാൻ നല്ലൊരു കത്തോലിക്ക കുടുംബമായിരുന്ന ഞങ്ങളുടെ കുടുംബത്തിന് സാധിച്ചില്ല. അപ്പച്ചൻ പള്ളി കൈക്കാരനായിരുന്നു, രാജിവെച്ചു. അമ്മച്ച പള്ളിയിൽ മാതൃസംഘത്തിലുണ്ടായിരുന്നു, രാജിവെച്ചു. ചേച്ചിമാരും മിഷീലികളുണ്ടായിരുന്നു, രാജിവെച്ചു. രക്ഷപ്പെട്ടത് ഞാനന്ന് വള്ളി നിക്കറിട്ട് നടക്കുന്ന പ്രായമാണ്. അന്ന് ഒരു ഓർഡർ, ഇന്നു മുതൽ ആരും പള്ളിയിൽ പോകണ്ട. എല്ലാ ദിവസവും രാവിലെ പള്ളിയിൽ പോകണമായിരുന്നു, എനിക്ക് നിർബന്ധമായിരുന്നു. പ്രൈസലോ. അപ്പച്ചൻ അങ്ങനെ ഓർഡർ ഇട്ട്, ഇന്നു മുതൽ ആരും പള്ളിയിൽ പോകണ്ട. ഞാനും രക്ഷപ്പെട്ടു. സ്വസ്ഥമായി ഞങ്ങൾ വീട്ടിൽ കഴിയുക. സാമ്പത്തികമായിട്ട് ആകെ തകർന്നു. നിങ്ങൾക്കറിയാം, 1 വർഷം 6 മാസം ചികിത്സ. അങ്ങനെ 3 വർഷമായപ്പോൾ ഒരു കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രത എത്രമാത്രം മതപ്പതിക്കുമെന്ന് സാമ്പത്തികമായിട്ട് അടിയേ പോയി. നിരാശയുടെ കയറ്റിലേക്ക് പോകുന്ന സമയത്താണ് പ്രാർത്ഥന എല്ലാം അവസാനിപ്പിച്ചു, പള്ളിപ്പോക്കെല്ലാം നിർത്തി, കൂദാശകളെല്ലാം നിർത്തി, ദൈവത്തെ ശപിച്ചു തള്ളി വീട്ടിലിരിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ ഇടവപ്പള്ളിയിൽ ധ്യാനം നടക്കുന്നത്, ഒരു കൺവെൻഷൻ നടക്കുന്നത്. വികാരിയച്ഛൻ ഒരു കത്തൊക്കെ പ്രിന്റ് ചെയ്ത് കമ്മിറ്റിക്കാർ വീട് തോറും ഈ കത്തുമായിട്ട് കൊടുത്തുവിട്ടിരിക്കുക. ധ്യാനത്തിന് ക്ഷണിക്കാനായിട്ട് വീട് തോറും പറഞ്ഞു വിട്ടിരിക്കുക. കമ്മിറ്റിക്കാർ കത്തുമായിട്ട് വീട്ടിലോട്ട് വന്നു. കമ്മിറ്റിക്കാരാന്ന് പോലും അറിയത്തില്ല, കാരണം പള്ളിയിൽ പോയിട്ട് കുറേ കാലങ്ങളായി. എൻ്റെ ചാച്ചൻ അത് മേടിച്ച് വായിച്ചു നോക്കി. വികാരിച്ചൻ്റെ കത്ത, ധ്യാനത്തിന് ചെല്ലണമെന്നുള്ള കത്ത. അപ്പച്ചനത് വായിച്ചു നോക്കി. ചെന്നില്ലെങ്കിൽ പള്ളിയിലൊരു ബുക്കുണ്ട്, അറിയാവോ അത്? അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഒന്ന് അറിഞ്ഞു. വാർഷിക ധ്യാനത്തിലൊക്കെ പങ്കെടുത്തില്ലെങ്കിൽ അതിൻ്റെ അകത്ത് എഴുതി വെക്കും, വളയംപള്ളിയിൽ ജോർജ് ഏട്ടൻ വാർഷിക ധ്യാനത്തിൽ സംബന്ധിച്ചില്ല, വല്ല കല്യാണം മാമോദിസ എന്നൊക്കെ പറഞ്ഞു ചെല്ലുമ്പോൾ വിവരം അറിയും. പ്രൈസലോ. അന്നേരം പുറത്ത് വന്ന് കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഹാലലുയ്യ, അവർക്ക് പറ ഹാലലുയ്യ, ഹാലലുയ്യ. ഈ കത്തുമായിട്ട് ഈ കമ്മിറ്റിക്കാർ വീട്ടിൽ വന്നു. അപ്പച്ചനത് മേടിച്ച് വായിച്ചു നോക്കി. വാർഷിക ധ്യാനത്തിന് ചെല്ലണമെന്നും പറഞ്ഞതാ. ചെന്നില്ലെങ്കിൽ അവിടെ എഴുതി വെക്കും. സ്ട്രിക്റ്റായിട്ട് വികാരിച്ചും പിടിച്ചിരിക്കുക. എന്നാൽ പിന്നെ ദൈവമേ, നിൻ്റെ ഇഷ്ടമല്ല, ആരുടെ ഇഷ്ടം നിറവേറട്ടെ? വികാരിച്ചൻ്റെ ഇഷ്ടം നിറവേറട്ടെ. മനസ്സില്ല മനസ്സോടെ എൻ്റെ അപ്പച്ചനും എൻ്റെ അമ്മച്ചിയും ധ്യാനം കൂടാൻ പോവുകയാണ്. പണ്ട് മുതലേ പള്ളിയുടെ മുൻഭാഗത്ത് അവർക്ക് സീറ്റ്. ധ്യാനത്തിന് ഒട്ടും കുറച്ചില്ല, ഏറ്റവും മുമ്പിൽ വന്ന് സീറ്റ് പിടിച്ചു. അച്ഛൻ ധ്യാനഗുരുവായ അച്ഛൻ വന്നു, സ്റ്റേജിൽ വന്നു, വചനപ്രഘോഷണം ആരംഭിച്ചു. ആദ്യത്തെ ക്ലാസ് ദൈവസ്നേഹത്തെ പറ്റി. അച്ഛൻ പറഞ്ഞു, മക്കളെ, ദൈവം സ്നേഹമാണ്. ദൈവം. എൻ്റെ അപ്പച്ചൻ എഴുന്നേറ്റിട്ട് അച്ഛനിട്ട് അടിച്ചില്ലെന്ന് മാത്രം. 3 വർഷം ജൂലൈ മാസം 1-ാം തീയതി രോഗം തരുന്ന ദൈവത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് ഈ ധ്യാനഗുരുവായ അച്ഛൻ പറയുകയാ, ഈ ദൈവം സ്നേഹമാണെന്ന്. എൻ്റെ അപ്പച്ചൻ അതങ്ങ് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. ഒരു തരത്തെ പിടിച്ചിരുന്നു. അടുത്ത അച്ഛൻ വന്നു, 2ാമത്തെ ക്ലാസ്. 2 അച്ഛന്മാർ ചേർന്നുള്ള ധ്യാനമായിരുന്നു. അടുത്ത അച്ഛൻ വന്നു, അടുത്ത ക്ലാസ്. മക്കളെ, നിങ്ങളുടെ രോഗത്തെ ഓർത്ത്, നിങ്ങളുടെ തകർച്ചകളെ ഓർത്ത്, നിങ്ങളുടെ പ്രശ്നങ്ങളെ ഓർത്ത് കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുക. എന്നാ അച്ഛൻ പറഞ്ഞ്? രോഗത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാൻ. എല്ലാവരും കരം ഉയർത്തിയപ്പോൾ എൻ്റെ അപ്പനും അമ്മയും മുമ്പിൽ ഇരിപ്പുണ്ട്. അവർ പരസ്പരം ഒന്ന് നോക്കി, കണ്ണിൽ നോക്കി, എന്നിട്ട് കൈ ഒന്നും കൂടെ മുറുക്കി അങ്ങ് കെട്ടി. അച്ഛന്മാർക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതി, ധ്യാനിപ്പിക്കാൻ വരുന്നവർക്ക് സ്തുതിച്ചോ 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 സ്തുതിച്ചോ. ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ വേദന. ഇപ്പം നിങ്ങളിൽ ചിലർ പറഞ്ഞതുപോലെ എൻ്റെ അപ്പച്ചനും എൻ്റെ അമ്മച്ചിയും പള്ളിയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് അങ്ങനെ പറഞ്ഞു. ആദ്യത്തെ ദിവസത്തെ ധ്യാനം കഴിഞ്ഞു. ധ്യാനം യേശിയില്ല. 2ാമത്തെ ദിവസമായി ചെറിയ ബോധ്യത്തിലേക്ക് എൻ്റെ മാതാപിതാക്കന്മാർ കടന്നു വന്നു. 3ാമത്തെ ദിവസമായപ്പോഴത്തേക്കും കുറച്ചും കൂടി നല്ലൊരു വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. അന്ന് വൈകുന്നേരം ധ്യാനം കഴിഞ്ഞപ്പോൾ എൻ്റെ അപ്പച്ചനും എൻ്റെ അമ്മച്ചിയും ധ്യാനഗുരുവായ അച്ഛൻ്റെ അടുത്ത് ചെന്നിട്ട് അച്ഛനോട് പറഞ്ഞു, അച്ചോ, മകൾ രോഗിയാ, മെഡിക്കൽ സയൻസ് കൈവിട്ടു, അച്ഛൻ പ്രാർത്ഥിക്കണം. അച്ഛൻ പറഞ്ഞു, പ്രാർത്ഥിക്കാം. അന്ന് വൈകുന്നേരം ധ്യാനം കഴിഞ്ഞ് എൻ്റെ അപ്പച്ചനും എൻ്റെ അമ്മച്ചിയും വീട്ടിൽ വന്നു. സന്ധ്യയാകാനായപ്പോൾ ഞാനൊരു കാഴ്ച കണ്ടു. എൻ്റെ അമ്മച്ചി
പ്രാർത്ഥനാ മുറിയിലെ രൂപത്തിന് മുമ്പുള്ള ചുക്രികളും വലകളും എല്ലാം തൂത്ത് വൃത്തിയാക്കുകയാണ്. എല്ലാം തൂത്ത് വൃത്തിയാക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മച്ചിനോട് പറഞ്ഞു, മോനെ പോയി കുറച്ച് പൂക്കൾ പറിച്ചുകൊണ്ട് വാ. തൊട്ടടുത്ത അതിരിൻ്റെ നാട്ടിയ ചെമ്പരത്തിയിൽ നിന്നും ചുമന്ന ചെമ്പരത്തി പൂക്കൾ കൈ നിറച്ച് അടർത്തിക്കൊണ്ട് വന്നത് ഇന്നും ഞാൻ ഓർക്കുന്നുണ്ട്. ആ പൂക്കളുമായിട്ട് ഞാൻ വരുമ്പോഴും അമ്മച്ചി ഈ രൂപത്തിൻ്റെ മുമ്പിലുള്ള ചുക്രകളും വലകളും എല്ലാം തൂത്ത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. ആ പൂക്കളും പിടിച്ച് വാതിൽപ്പടിയിൽ ഞാൻ നിന്നു. ഒരു നേരിയ ചിത്രമേ എൻ്റെ മനസ്സിൽ നിന്നുള്ളൂ. ഞാൻ കുഞ്ഞന്ന് ഇങ്ങനൊരു നേരിയ ചിത്രം എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. എല്ലാം തൂത്ത് വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ കൊണ്ടുവന്ന പൂക്കൾ വാങ്ങിച്ച് അമ്മച്ചി മാതാവിൻ്റെയും തിരുഹൃദയത്തിൻ്റെയും തിരുക്കുടുംബത്തിൻ്റെയും രൂപം വളരെ മനോഹരമായിട്ട് അലങ്കരിച്ചു. സന്ധ്യയായപ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ രൂപത്തിന് മുമ്പിൽ തിരികൾ എരിഞ്ഞു. അപ്പച്ചനാണ് തിരി കൊളുത്തിയത്. ഇന്നും ഞാൻ ഓർക്കുന്നുണ്ട്. അതിനുശേഷം അപ്പച്ചൻ വിളിച്ചു, മക്കളെ വാ, നമുക്കിന്നൊന്ന് പ്രാർത്ഥിക്കാം, നമുക്കിന്നൊന്ന് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, മാസങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ കുടുംബത്തിൽ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് തുടക്കം കുറിക്കുക. ധ്യാനത്തോടെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. രൂപത്തിന് മുമ്പിൽ തിരികൾ എരിഞ്ഞു. ഞങ്ങൾ മക്കൾ മുമ്പിൽ 3 പേര് മുട്ടുകുത്തി, അപ്പനും അമ്മയും പുറകിൽ മുട്ടുകുത്തി. ഏറെ സമയം പ്രാർത്ഥിച്ചു. 3 കൊന്ത ചൊല്ലിയത് ഇന്നും എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് ചാലുകളായി ഒഴുകുന്നത് ഞാൻ കണ്ടു. എന്തിനാണ് അവർ കരയുന്നത്? അതിൻ്റെ അർത്ഥം പോലും അന്ന് എനിക്ക് മനസ്സിലായില്ല. അവർ ദൈവത്തെ സ്തുതിച്ചപ്പോൾ ഞാനും ദൈവത്തെ സ്തുതിച്ചു. അവർ കമിഴ്ന്ന് കിടന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞാനും കമിഴ്ന്ന് കിടന്ന് പ്രാർത്ഥിച്ചു. കൈയടിച്ചു ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി. അന്ന് കൺവെൻഷനിൽ പഠിപ്പിച്ച പാട്ടുകളൊക്കെ പാടി. ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവെ നേടുന്ന ദൈവം, ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെൻ്റെ അന്തരംഗം കാണും ദൈവം. അന്ന് രാത്രി ഞാൻ പഠിച്ച പാട്ട്, കൺവെൻഷന് പഠിപ്പിച്ച പാട്ട് അപ്പച്ചനും അമ്മച്ചിയും കൂടെ വന്ന് വീട്ടിൽ വന്ന് ഞങ്ങളെ പഠിപ്പിച്ചു. ഞങ്ങൾ ആർത്ത് പാടി മക്കൾ. ആ പ്രാർത്ഥന രാത്രി 12 മണി വരെയും പോയത് ഞാൻ ഓർക്കുന്നുണ്ട്. 9 മണിക്ക് തുടങ്ങിയ പ്രാർത്ഥന 12 മണി വരെ, 12-12:30 വരെ നീണ്ടുപോയത് ഞാൻ ഓർക്കുന്നുണ്ട്. രാത്രിയായി, എല്ലാവരും കിടന്നുറങ്ങി, ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. പിറ്റേ ദിവസം നേരം വെളുത്തു. അപ്പം ചാച്ചനും അമ്മച്ചിയും കൂടി വീട്ടിലെ പണികളെല്ലാം പെട്ടെന്ന് തീർക്കുന്നു ഞാൻ കണ്ടു. കാപ്പിയൊക്കെ കുടിച്ചു, ഡ്രസ്സൊക്കെ മാറി പള്ളിയിലോട്ട് പോകുന്നതിന് തൊട്ട് മുമ്പ് ചാച്ചനൊന്നും കൂടി വിളിച്ചു, മക്കളെ വാ, നമുക്കൊന്നും കൂടി ഒന്ന് പ്രാർത്ഥിക്കണം, ഒരിക്കൽ കൂടി ഞങ്ങളെ പ്രാർത്ഥനാ മുറി രൂപത്തിന് മുമ്പിൽ തിരികൾ എരിഞ്ഞു. അപ്പനും അമ്മയും ഞങ്ങൾ മക്കൾ മുമ്പിൽ മുട്ടുകുത്തി, അപ്പനും അമ്മയും പുറകിൽ മുട്ടുകുത്തി. ഏതാനും സെക്കൻഡുകൾ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന തീർന്നു എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈശോയ്ക്ക് സ്തുതിയല്ലേ, അപ്പനും അമ്മയ്ക്ക് സ്തുതിയല്ലേ, ഞങ്ങൾ മക്കൾ പുറകോട്ടേക്ക് മാറി. അപ്പോൾ ഞാൻ കണ്ട ഒരു കാഴ്ചയുണ്ട്. എൻ്റെ അപ്പച്ചൻ പ്രാർത്ഥനാ മുറിയിൽ ആ രൂപത്തിന് മുമ്പിൽ ഏതാനും സെക്കൻഡ് കൂടി കണ്ണടച്ച് കൈകൂപ്പി മൗനമായിട്ട് പ്രാർത്ഥിക്കുന്നു. എന്താണ് പ്രാർത്ഥിച്ചതെന്ന് അന്ന് മനസ്സിലായില്ല. പിന്നീട് അപ്പച്ചൻ പറഞ്ഞു, പ്രാർത്ഥിച്ചത് ഇതായിരുന്നു, ദൈവമേ നീ ജീവിക്കുന്നവനാണെങ്കിൽ, നീ സഭയിൽ വാഴുന്നവനാണെങ്കിൽ, ഈ ദിവ്യകാരുണ്യത്തിൽ നീ വസിക്കുന്നവനാണെങ്കിൽ, ഇന്ന് എൻ്റെ മകളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യണം. ചങ്കുപൊട്ടിയ ഒരു പ്രാർത്ഥനയായിരുന്നു അത്. പ്രാർത്ഥന കഴിഞ്ഞു. അപ്പനും അമ്മയും പള്ളിയിലോട്ട് യാത്രയായി. ഞങ്ങൾ മക്കൾ വീട്ടിൽ തനിച്ചായി. പ്രിയമുള്ളവരെ, ധ്യാനത്തിൻ്റെ 4-ാമത്തെ ദിവസം, ആദ്യത്തെ ക്ലാസ് കഴിഞ്ഞു. ഒരു 11:30 മണി സമയം പകല് ഞങ്ങളുടെ ഇടവപ്പള്ളിയിൽ ആരാധനയുടെ ഭാഗമായിട്ട് ഒരു ആരാധന നടക്കുകയാണ്. ഈശോ എടുത്തു വച്ചതിന് ശേഷം ആദ്യത്തെ പ്രാർത്ഥനകൾ കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇതാ ഇന്ന വീട്ടിൽ ഇന്ന മകൾ രോഗിയായി കഴിയുകയാണ്, മെഡിക്കൽ സയൻസ് അവളെ കൈവിട്ടിരിക്കുകയാണ്, നമുക്ക് ആ മകൾക്ക് വേണ്ടി ദൈവതിരുസന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്താം. പ്രിയമുള്ളവരെ, 600ഓളം വരുന്ന ഇടവക ജനങ്ങൾ വികാരിച്ചനോട് ചേർന്ന്, ധ്യാന ടീമിനോട് ചേർന്ന് 11:30 മണി സമയത്ത് കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുന്ന സമയം വീട്ടിൽ കട്ടിൽ നിന്ന് എഴുന്നേക്കാൻ പോലും സാധിക്കാതെ മെഡിക്കൽ സയൻസ് ഉപേക്ഷിച്ച് കിടക്കുന്ന എൻ്റെ സഹോദരി ചാടി എഴുന്നേറ്റിട്ട് പറയുന്നു, എൻ്റെ കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അതിനുശേഷം ഇന്ന് വരെ, ഈ സെക്കൻഡ് വരെ കണ്ണിനസുഖത്തിന് വേണ്ടി 5 പൈസയുടെ മരുന്ന് വാങ്ങേണ്ടി വന്നിട്ടില്ല. നിങ്ങൾ പറയൂ, പ്രാർത്ഥന കേൾക്കുന്ന ദൈവമുണ്ടോ? ഉണ്ട് പ്രിയമുള്ളവരെ, കണ്ണുനീര് കാണുന്ന ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.